കേരളത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു പ്രകൃതി ദുരന്തമായിരുന്നു വയനാട്ടിലേത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ധീരമായി മുന്നോട്ടിറങ്ങുകയും സന്നദ്ധ സേവകര്, വിശിഷ്യ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തനങ്ങൾ അത്ര പോരായ്മയുള്ളതായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സന്ദർശനം മാത്രമാണ് കോൺഗ്രസുകാർക്ക് ജീവൻ നൽകിയത്. ഇത് തന്നെയാണ് പല സാമൂഹിക പ്രശ്നങ്ങളിലും കോൺഗ്രസുകാർ ഒറ്റപ്പെട്ടു പോകുന്നതിനുള്ള അടിസ്ഥാനപരമായ കാരണവും. എന്നാൽ ഉമ്മൻചാണ്ടി സാറിന് ശേഷം ധീരമായ നിലപാടുകളുമായിട്ട് കേരളത്തിലെ ശ്രദ്ധേയനായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ഏത് കാര്യങ്ങളെപ്പറ്റിയും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും അല്ലാത്തപ്പോഴും അദ്ദേഹം പഠനം നടത്തുകയും കൃത്യമായ നിലയിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ സമുന്നതനായ നേതാവ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാനും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഉള്ള ശ്രമങ്ങളും വളരെ വ്യാപകമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം NSS നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും അതുപോലെ തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മൂലമായിരുന്നു. ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിലും മഹാരാഷ്ട്രയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ വേരെ ആഴത്തിൽ ഓടിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെയാണ് നിയോഗിച്ചത്. ആ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം വിമർശന വിധേയനായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുന്നതിലൂടെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പൈസ ദാനം ചെയ്യാൻ പാടില്ല എന്നാണ് ചിലരുടെ വാദം. ഇത് രാഷ്ട്രീയമറിയാത്തവരുടെ തികച്ചും ബാലിശമായ ഒരു നടപടിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും BJP-കാരനായാലും അർഹതയുള്ള കരങ്ങളിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കൈയിട്ട് വരുവാനോ വിനിയോഗം ചെയ്യുവാനോ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. സത്യസന്ധമായ ഓഡിറ്റിങ്ങിനും വിധേയമാണ് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ഓരോ ചില്ലി പൈസയും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ നിലപാടുകൾ വളരെ കൃത്യമായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ശാന്തമായി കിടന്നിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു ജീവൻ നൽകുവാനാണ് ചെന്നിത്തലയുടെ ശ്രമമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ദേശീയ ബാലവേദിയുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിലും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിലും INTUCയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിലും അങ്ങനെ കോൺഗ്രസിന്റെ ഓരോ പോഷക സംഘടനയും വളരണമെന്നും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് രമേശ് ചെന്നിത്തലയെ വളരെ ശാന്തമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ഈ ദുരന്ത മുഖത്തെടുത്ത തീരുമാനം ധീരോദാത്തമാണ്, കോൺഗ്രസിന്റെ ശക്തി പകരുന്നതാണ്, നിർജീവമായ കോൺഗ്രസ് അണികളിൽ വീര്യം ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ശ്രമങ്ങളെ കേരളീയ സമൂഹം ചെറുക്കുക തന്നെ ചെയ്യും. നാളെ കോൺഗ്രസ്സുകാരനാണ് മുഖ്യമന്ത്രിയെങ്കിലും എന്തെങ്കിലും ഒരു വേദനാജനകമായ അവസ്ഥയുണ്ടായാൽ അതിലേക്കും സഹായം കൊടുക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുജനങ്ങൾ എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏക കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാത്രമാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല.